ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നോ? കേട്ടു. 10:94 അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇഞ്ചിയിലും തവറാത്തിലും പോയി നോക്കാനാ പറഞ്ഞത്, അല്ലാതെ ഹദീസിൽ നോക്കാനല്ല പറഞ്ഞത്, അല്ലേ? സഹോദരന്മാരെ, ഞാന് ഒരു ചോദ്യം അച്ചുകുഞ്ഞ് ബ്രദർ ചോദിച്ച ഒരു ചോദ്യം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അത് ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണെ. ജെയിംസ് സാറ് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അത് ഞാന് ഇത് പറയാനൊരു കാര്യമുണ്ട്. ഈ മുസ്ലിം സുഹൃത്തുക്കളായിട്ട് ഞാൻ പലപ്പോഴായി സംസാരിക്കുമ്പോൾ ഈ ഇസ്ലാമിൽ പാപം എന്ന കൺസെപ്റ്റ്, അതിനെക്കുറിച്ച് അവര് പറയുന്നത് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം അതിനെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു. ഇസ്ലാമിലുള്ള പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ആ പാപം എന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവര് എന്തെങ്കിലും പാപം ചെയ്യുകയാണെങ്കിൽ അതിന് പകരമായിട്ട് നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അത് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ തികച്ചും ഇത് ഒരു ബൈബിൾ പഠിതാവിന് അല്ലെങ്കിൽ ബൈബിൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഇതൊരിക്കലും ഇസ്ലാമിലുള്ള ഈ പാപം എന്തെങ്കിലും പുണ്യപ്രവൃത്തികൾ കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുന്നത് ഒരിക്കലും ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വാസ്തവത്തില് ഇസ്ലാമിലുള്ള ഈ പാപം എന്ന് പറയുന്നത് തന്നെ ഒരു വഞ്ചനയല്ലേ? വഞ്ചന എന്ന് ഞാൻ പറയാൻ കാരണം തെറ്റിദ്ധരിക്കരുത്. അതായത് ദൈവത്തോട് എന്ത് പാപം ചെയ്താലും അതിന് പരിഹാര മാർഗം എന്ന് പറഞ്ഞ സക്കാത്ത് കൊടുക്കുക, പുണ്യപ്രവൃത്തികൾ ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ പാപം ക്ഷമിക്കപ്പെടുമെന്നാണ് ഇസ്ലാമിക വിശ്വാസം. ഇതെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യണം. അപ്പം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ എന്തെങ്കിലും നന്മ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ അവൻ ചെയ്ത പാപവുമായിട്ട് ചെല്ലുമ്പോൾ ദൈവം പറയുന്നു മനുഷ്യന്റെ നന്മ പ്രവൃത്തികളൊക്കെ കറ പുരണ്ട തുണി എന്ന നിലയിലാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കാണുന്നത്. എന്ന് വെച്ചാൽ ആ ബേസില്, ആ നന്മ ചെയ്ത അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് നീതീകരിക്കപ്പെടുവാൻ സാധ്യമല്ല. അപ്പോൾ തികച്ചും ഇസ്ലാമിൽ പറയുന്ന ഈ പാപം എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ പരിഹാര മാർഗം എന്ന് പറയുന്നത് വളരെ തെറ്റല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. എനിക്കൊരു ഫോൺ വരുന്നുണ്ടേ, ഞാൻ കേട്ടോളാം പെട്ടെന്ന്. ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. അതായത് എല്ലാം ദൈവം അല്ലെ അള്ളാഹു പ്രീഡിറ്റർമിൻ ചെയ്ത പോലെയാണ് ലോകത്തിൽ നടക്കുന്നതെങ്കിൽ സകലത്തിന്റെയും ഉത്തരവാദിത്വം അള്ളാഹുവിന് തന്നെയാണ്. അപ്പം സിന്നെന്നൊരു കാറ്റഗറിയെ പറ്റത്തില്ല, ഇമ്പോസിബിളാ. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, ഒരു ടൈം ബോംബ് അതിന്റെ ക്ലോക്കൊക്കെ സെറ്റ് ചെയ്ത് ഇത്ര മണിക്ക് പൊട്ടണമെന്നും പറഞ്ഞ് ഒരാൾ കൊണ്ടുവച്ചാൽ പിന്നെ അത് പൊട്ടുന്നതിന്റെ ഉത്തരവാദിത്വം ടൈം ബോംബിനല്ല, വാസ്തവത്തിൽ അത് സെറ്റ് ചെയ്ത ആളിനാ. എന്ന് പറഞ്ഞതുപോലെ പ്രീഡിറ്റർമിനേഷന്റെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിങ്ങിന്റെ എക്സ്ട്രീം കേസ് ആണ് നമ്മൾ ഈ ഖുറാനി കാണുന്നത്. ഇതിവര് വിചാരിച്ചു ഇങ്ങനെ എഴുതിയാൽ, അതായത് അന്നത്തെ ചെറിയ ബുദ്ധി വെച്ച്, മുഹമ്മദ് തന്നെ എഴുതിയാണോ എന്ന് സംശയമുണ്ട്, ആരൊക്കെയോ എഴുതി ചേർത്തതാണ്. അപ്പൊ അന്നത്തെ ആ ചെറിയ ബുദ്ധി വെച്ച് ചിന്തിച്ചപ്പോൾ എല്ലാം അള്ളാഹ് വിചാരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നടക്കുകയുള്ളൂ, ഒരു കരിയിലെ അനങ്ങണമെങ്കിലും അള്ളാഹ് വിചാരിച്ചാലേ നടക്കുകയുള്ളൂ എന്ന് എഴുതിയാൽ അതാണ് അള്ളാഹുവിന് പവർ കൂട്ടുന്നത്, ശക്തി കൂട്ടുന്നത് എന്നൊക്കെ ചിന്തിച്ച് അവരങ്ങനെ അങ്ങ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഫ്രീ വിൽ എന്നൊരു കൺസെപ്റ്റ് നമുക്ക് ആ പുസ്തകത്തിൽ ഖുർആൻ മുഴുവനും അരിച്ചു പറക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ലോകത്ത് ആര് എന്തും ചെയ്യുന്ന, എന്ത് ഈവിളും ചെയ്യുന്നതിൻ്റെയും ഉത്തരവാദിത്വം അള്ളാഹിക്കാണ്. അത് പ്രീഡിറ്റർമിൻഡ് ആണ്. നേരത്തെ എക്യുപ്പ് ഇതൊക്കെ വായിച്ചായിരുന്നല്ലോ, അതൊക്കെ വളരെ ക്ലിയർ ആണ്. ഒരാള് ആ പാപം ചെയ്തില്ലെങ്കിൽ അവനെ നീക്കിക്കളയും, കൊന്നുകളഞ്ഞിട്ട് വേറൊരാളെ പോലും കൊണ്ടുവരത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ മാറ്റിക്കളഞ്ഞിട്ട് പകരം വേറൊരാളെ കൊണ്ടുവരത്തക്ക വിധത്തില് അത്രയ്ക്ക് പ്രീഡിറ്റർമിൻഡ് ആണ്, അല്ലെ പ്രീ പ്രോഗ്രാംഡ് ആണ് എങ്കിൽ സിന്നെന്നൊരു കൺസെപ്റ്റേ സാധിക്കത്തില്ല. മാത്രമല്ല സിന്നിന്
പകരമായിട്ട് സൽപ്രവൃത്തികൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ പീനൽ കോഡിൽ നന്മ ചെയ്തോ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊരു കൺസെപ്റ്റ് ഇന്ന് ആധുനിക രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥിതികളിൽ പോലും ഇല്ല. ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ ബ്ലഡ് മണിയുടെ കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ പ്രഭ യമനില് ജയിലിലാണ് 1,50,00,000 രൂപ കൊടുക്കാമെങ്കിൽ വിടാമെന്നൊക്കെ പറയുന്നത്. പക്ഷെ വളരെ എന്നുള്ള കൺസെപ്റ്റ് ഇന്ന് ആധുനിക ലോകം അല്ലെ യുക്തിസഹമായിട്ട് ചിന്തിച്ചാൽ അത് വളരെ കിരാതമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഒരു നിയമമാണ്. അപ്പം ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ഇന്നലത്തെ ഡിസ്കഷനിൽ പറഞ്ഞതുപോലെ ഒരു തെറ്റിന് 2 ഡിമെൻഷൻസ് ഉണ്ട്. ഒന്ന് വെർട്ടിക്കലും മറ്റേത് ഹൊറിസോണ്ടലും. വെർട്ടിക്കലായിട്ട് എല്ലാ തെറ്റും എല്ലാ പാപവും ദൈവത്തോടാണ്. അത് മനുഷ്യർക്കും എതിരാ, സകല മനുഷ്യർക്കും തനിക്ക് തന്നെയും അത് എതിരാ. അതാണ് ഹൊറിസോണ്ടൽ. ഇപ്പൊ ഈ 2 തെറ്റുകൾ, ഈ 2 ഡിമെൻഷൻസോ അല്ലെ വശങ്ങളും പാപത്തിന്റെ ടാക്കിൾ ചെയ്യപ്പെടണം. സാധാരണഗതിയിൽ നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ഈ ലോകത്തിൽ തന്നെ അതിന്റെ കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് പരിണത ഫലമെന്ന് പറയും. എന്നാൽ അതിലുപരി എല്ലാറ്റിനും ദൈവത്തിൻ്റെതായ ഒരു ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പണിഷ്മെന്റും ഉണ്ട്. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത്. അതിന് പകരം കൊടുത്ത് രക്ഷപ്പെടുക എന്നൊരു അടവു നയം ബൈബിളിലില്ല. കൂടുതൽ പണമുള്ളവർക്ക് കൂടുതൽ പാപം ചെയ്യാം, എന്നിട്ട് ആ പണം കുറേശ്ശെ കൊടുത്താൽ മതി. എന്നിട്ട് ആ പണം ഉണ്ടാക്കാനും തെറ്റായ മാർഗങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ പണം ഉണ്ടാക്കിയാൽ കൂടുതൽ പാപം ചെയ്യാം എന്നുള്ള അവസ്ഥ ഒരു പരിഷ്കൃത സമൂഹത്തിന് അല്ലെ യുക്തിക്ക് നിരക്കുന്നതല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അങ്ങനെ സാധിക്കത്തില്ല. അപ്പം എന്താ ക്രിസ്ത്യാനിറ്റിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്ത്യാനിറ്റിയിൽ ഒന്ന്, മനുഷ്യന് ഫ്രീ വില്ലുണ്ട്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ ദൈവത്തെ അനുസരിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ദൈവം എങ്ങനെയാണ് ശരി ചെയ്യേണ്ടെന്നുള്ള കൃത്യമായ കൽപ്പനകളും നിബന്ധനകളും ഒക്കെ വ്യക്തമായിട്ട് മനുഷ്യർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരെ ഒരാൾക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തിച്ചാൽ അതിനുള്ള ശിക്ഷയുണ്ട്. ഇനിയും ആത്യന്തികമായിട്ട് മനുഷ്യന്റെ പാപമോചനത്തിനുള്ള മാർഗം ക്രൂശാണ്. ഒരാള് ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞ ആ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുക, പശ്ചാത്തപിക്കുകയും യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പകരമായിട്ടാണ് മരിച്ചതെന്ന് സമ്മതിക്കുകയും ചെയ്താൽ അവന് പാപമോചനം കിട്ടും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ ലോകത്തിൽ തന്നെ ആലോചിച്ച് നോക്കി, ഞാൻ ചെയ്ത തെറ്റുകൊണ്ട് വേറൊരാള് സഫർ ചെയ്യാനായിട്ട് ഇടയാകുക. ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ എന്റെ തെറ്റുകൊണ്ട് വേറൊരാൾ മരിക്കാനിടയായാൽ അത് ജീവിതകാലം മുഴുവൻ നമുക്കൊരു വിഷമമായിരിക്കും. ഇത് തന്നെയാണ് ക്രൂശിന്റെയും പ്രിൻസിപ്പിൾ. എന്റെ പാപത്തിന് പകരമായിട്ട് പാപരഹിതനായ, സ്നേഹധനനായ, സർവശക്തനായ, സൃഷ്ടാവായ, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ദൈവം, ആത്യന്തികനായ ദൈവം എനിക്ക് പകരമായിട്ട് ഇത് മുഴുവൻ ഏറ്റെടുത്ത് മരിക്കുക. യേശുക്രിസ്തുവിന്റെ അനുഭവിച്ച ശിക്ഷയെല്ലാം അതിന് ഭയങ്കര ഇൻഫിനിറ്റ് ഡയമെൻഷൻസ് ഉണ്ട്. ഞാൻ ക്രൂശിൽ മരിക്കുമായിരുന്നെങ്കിൽ അനുഭവിക്കുന്നത് 3 മണിക്കൂറോ 6 മണിക്കൂറോ കൊണ്ടോ അവസാനിക്കും, അതിനപ്പുറമില്ല. പക്ഷെ യേശുക്രിസ്തുവിന് തന്റെ അനുഭവങ്ങളെല്ലാം നിത്യമാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച എറ്റേണൽ ഗോഡ് ആയതുകൊണ്ട്, സർവജ്ഞാനി ആയതുകൊണ്ട്, നിത്യനായതുകൊണ്ട്, സർവജ്ഞാനി ആയതുകൊണ്ട് താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ, ആ പണിഷ്മെന്റിന് നിത്യ ഡിമെൻഷൻ ഉണ്ട്. അത് ഒരു എറ്റേണൽ എന്നുള്ള കൺസെപ്റ്റ് ചിന്തിക്കുന്നവർക്ക് ഇത് ഫിലോസഫിയിലൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. എറ്റേണൽ എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തനിയെ വരും. ഒരു എറ്റേണൽ ബീയിങ് സഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സഫറിങ് എറ്റേണൽ സഫറിങ് ആണ്. അപ്പം നമ്മൾ പാപം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ദുഃഖിച്ചു കഴിയുമ്പോൾ, യേശുക്രിസ്തു അത് അനുഭവിച്ചു എന്നുള്ള ബോധ്യം വരുമ്പോൾ, നമുക്കും അതിനെക്കുറിച്ച് അത് കാണുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് പകരമായിട്ടാണല്ലോ, വലിയ റിഗ്രറ്റും സ്വയം പണിഷ്മെന്റും ഒക്കെ അതിനകത്ത് തന്നെ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് പാപമോചനം കിട്ടുക. അപ്പം നമ്മുടെ ദൈവത്തോടുള്ള പാപത്തിനും മറ്റു മനുഷ്യരോടുള്ള പാപത്തിനും പകരമായിട്ട് യേശുക്രിസ്തു അനുഭവിക്കുന്നത് കൊണ്ടാണ് ബൈബിളില് പാപമോചനം തരുന്നത്. ഇസ്ലാമിൽ അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. 5 പ്രാവശ്യം നിസ്കരിക്കുക, അല്ലെ പ്രവൃത്തികൾ ചെയ്യുക, അല്ലെ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുക, അതോടുകൂടെ സകല പാവങ്ങളും ക്ഷമിച്ചു കിട്ടുന്നു. അത് വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അതേസമയത്ത് ഇവിടെ നമുക്ക് പകരമായിട്ട് യേശുക്രിസ്തു അത് അനുഭവിച്ച് മരിക്കുന്നത് നമ്മൾ ഹൃദയത്തിൽ കണ്ട്
നമുക്ക് വി ആർ ഫീലിംഗ് സോറി, റിപ്പൻറ്റിങ്, റിഗ്രറ്റിങ്, അങ്ങനെയാണ് നമുക്ക് പാപമോചനം കിട്ടുന്നത്. ഇതില് നമ്മുടെ സകല പാപങ്ങൾക്കുള്ള പരിഹാരം കിട്ടാനുള്ള പൂർണ്ണമായിട്ടുള്ള റെമിഷൻ ഓഫ് സിൻ, അല്ലെങ്കിൽ റിഡംഷൻ സാധ്യമാണ്. ഇനിയും ദൈവത്തോട് എന്ന് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം അങ്ങ് ക്ഷമിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ അത് പാപത്തെ എൻകറേജ് ചെയ്യുക, വീണ്ടും വീണ്ടും പാപം ചെയ്യുക. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പോയി ക്ഷമ പറയുക. ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനല്ല. ഞാൻ ക്ഷമ പറഞ്ഞു കഴിയുമ്പോഴും ഞാൻ എൻ്റെ ഹൃദയ കണ്ണുകൊണ്ട് എനിക്ക് പകരമായിട്ട് എൻ്റെ ഈ ശിക്ഷയ്ക്ക്, ഈ പാപത്തിനു വേണ്ടി ശിക്ഷ അനുഭവിച്ച ഒരു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ധ്യാനിക്കുക. അപ്പൊ അത് വലിയ വിഷമമാണ്. അത് കഴിഞ്ഞിട്ട് ആ പാപം ചെയ്യാനുള്ള സാധ്യത തന്നെ കുറയും. അയ്യോ, ഞാൻ പാപം ചെയ്തതിന്റെ പേരിലാണല്ലോ യേശുക്രിസ്തു നിത്യശിക്ഷ അനുഭവിച്ചത്, അപ്പൊ ഇനിയും ഞാൻ പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഒരിക്കലും പാടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക്, അതായത് പാപം ചെയ്യാനുള്ള ടെൻഡൻസി തന്നെ ഒരു റിയൽ ക്രിസ്ത്യനിൽ, ഒരു ശരിക്കും റിഡീംഡ് ബോൺ അഗെയിൻ ക്രിസ്ത്യനിൽ നക്ഷലി പറഞ്ഞാൽ യെസ്, ക്രൈസ്റ്റ് ബ്രദർ പറഞ്ഞ വളരെ സത്യമാണ്. ഖുറാനില് പാപം എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ചില കാര്യങ്ങളെയൊക്കെ ആർബിട്രറി ആയിട്ട് പാപം എന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ ഡിക്ലെയർ ചെയ്തേക്കുന്നത് കാണാം. മറുവശത്ത് പറയുന്നുണ്ട് ഇതെല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ച്, അള്ളാഹു നിശ്ചയിച്ചനുസരിച്ചാണ് ഓരോ മനുഷ്യരും ഓരോ പാപം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാപം എന്നൊരു കൺസെപ്റ്റ് ഖുറാനിന് പറ്റത്തില്ല. അള്ളാഹുവിന് ചിലയിടത്ത് പാപം ചെയ്യുന്ന ആവശ്യമാണ്, പാപം ചെയ്യാൻ അനുവദിക്കും. ചിലയിടത്ത് ചെയ്യുന്നത് ഇഷ്ടമല്ലേ, ചെയ്യാൻ അനുവദിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു കൃത്രിമമായിട്ടുള്ള ആർബിറ്ററി ആയിട്ടുള്ള ബൈബിള് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒരു മനുഷ്യൻ ചെയ്യേണ്ട ആകെ 3 കാര്യമേ ഉള്ളൂ. ദൈവമേ, ഞാൻ ഒരു പാപിയാണ്, ഐ ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്, എനിക്ക് അതിനെക്കുറിച്ച് ദുഃഖമുണ്ട്. മാത്രമല്ല എൻ്റെ പാപത്തിന് പകരമായിട്ടാണ് യേശുക്രിസ്തു മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്, യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. ഇനിയും എൻ്റെ ഹൃദയത്തിലിരുന്ന് എന്നെ ഭരിക്കുന്നത് യേശുക്രിസ്തുവാണ്. ഭരിക്കാൻ ഉപയോഗിക്കുന്ന പ്രമാണം ബൈബിളാണ്. ഈ 3 കാര്യങ്ങൾ, അതായത് ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യവും അതിനെക്കുറിച്ചുള്ള ദുഃഖവും യേശുക്രിസ്തു എനിക്കായിട്ടാണ് മരിച്ചതെന്നുള്ള ആ അവബോധവും വിശ്വാസവും, മൂന്നാമത് യേശുക്രിസ്തുവിനെ കർത്താവെന്ന് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഒരാളുടെ പാപം സമ്പൂർണമായിട്ടും ഡിസ്പെൻസ് ചെയ്യപ്പെടുകയും അവിടെ അവസാനിക്കുന്നില്ല, ആളിനെ ഒരു പുതിയ മനുഷ്യനായിട്ട് കൂടുതൽ കൂടുതൽ പാപം ചെയ്യാതിരിക്കത്തക്ക വിധത്തിൽ വ്യതിയാനമുള്ളവനായിട്ട് മാറ്റി തീർക്കുന്ന ദൈവത്തിന്റെ വ്യവസ്ഥയാണ് ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു ക്രൈസ്റ്റ് ബ്രദർ. താങ്ക് യു ഫോർ ദി എക്സ്പ്ലനേഷൻ. നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ജെയിംസ് സാർ പറഞ്ഞു. ഇത് കേൾവിക്കാരായ അനേകർക്ക് ഇത് തീർച്ചയായും അനുഗ്രഹപ്രദമായിരിക്കും. ഇസ്ലാം സുഹൃത്തുക്കൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് തീർച്ചയായിട്ടും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എൽദോ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഹാൻഡ് റൈസ് ചെയ്തപ്പോൾ എടുത്തില്ലായിരുന്നു, ഇപ്പം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്ത് കയറി വരിക. എൽദോ. ഞാൻ ഒരു കാര്യം കൂടി ജെയിംസ് സാറ് വിശദീകരണം തന്നതിന് ശേഷം ഞാൻ ഒരു കാര്യം എൻ്റെ ചിന്തയിൽ വന്നത് ഇങ്ങനെയാണ്. അതായത് ഇസ്ലാമില് വ്യാജം പറയാം എന്ന് അള്ളാഹു പറയുന്നു. ഇസ്ലാമിൽ വ്യാജം പറയാം, അത് സാഹചര്യത്തിനൊത്ത് വ്യാജം പറഞ്ഞുകൊള്ളാനായിട്ട് അവർക്ക് അനുവാദം കൊടുക്കുന്ന ഒരു അള്ളാഹുവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇവിടുത്തെ അധ്യാപകർ പഠിപ്പിക്കുന്നതിൽ നിന്നും
ഞാൻ ഗ്രഹിച്ച കാര്യമാണ്. അപ്പൊ ബൈബിളിലേക്ക് വരുമ്പോ ദൈവം പറയുന്നു, സത്യവാനായ ദൈവം, പരിശുദ്ധനായ ദൈവം, പാപത്തെ കണ്ടുകൂടാത്ത ദൈവം, ദൈവം പറയുന്നു, അതായത് ഭോഷ്ക് പറയരുത്, വ്യാജം പറയുന്ന നാവിനെ യഹോവ ശിക്ഷിക്കും, വ്യാജം പറയരുത്. ക്രിസ്ത്യാനിറ്റിയുടെ അതിമഹത്തായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത് പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ നേരോടെ നിർമ്മലതയോടെ നടക്കണം എന്നുള്ളതാണ്. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ഉവ്വ് ഉവ്വ് എന്ന്. ഇപ്പൊ നോക്കൂ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണത്തിൽ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7, 8 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോ കർത്താവ് അവിടെ പറയുന്നത്, നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്നത് ഉവ്വ് ഉവ്വ് എന്നും അതേ അതേ എന്നും ഇല്ല ഇല്ല എന്ന് വെച്ചാല് ഒരു കാര്യം നിന്റെ മനോബോധത്തിന് അറിഞ്ഞിരിക്കുന്ന സത്യമേ നീ പറയാവൂ. കർത്താവ് പറഞ്ഞു, അതിൽ കവിഞ്ഞ് വരുന്നതെല്ലാം പിശാചിൽ നിന്നത്രേ വരുന്നത്. നേക്കണേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. ഒരു മനുഷ്യൻ എന്തു തന്നെ ആയിരുന്നാലും അവൻ സത്യമേ സംസാരിക്കാവൂ, സത്യത്തിൽ ജീവിക്കാവൂ, സത്യത്തിൽ നടക്കാവൂ എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൽ അങ്ങനെയല്ല. വ്യാജം പറയാം, കള്ളം പറയാം. കള്ളം പറയാനായിട്ട് ഇസ്ലാമിലെ ദൈവമാണ് അനുവദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് കേരളത്തിൽ തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ സ്വർണം കടത്തും അതുപോലെ തന്നെ ഈ ഈ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളെല്ലാം കടത്തുമ്പോൾ ഞാൻ നോക്കാറുണ്ട്, മിക്കവാറും കൂടുതൽ അവരുടെ പേരുകൾ പേപ്പറിലൊക്കെ കാണാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവണത ഈ മതവിശ്വാസത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് ചെയ്യാൻ സാധിക്കുന്നെന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു വിധത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന അവരുടെ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയാണ് വ്യാജം പറയാം. നോക്കണേ, എന്നാൽ പരിശുദ്ധനായ ദൈവം പറയുന്നു, വ്യാജം പറയുന്ന നാവിനെ ശിക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ ഉന്നതമായ മഹത്വതയാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കൂ, മനുഷ്യരായ നമ്മൾ പാപികളാണ്. നാം പാപികളായതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. നമ്മുടെ പാപ സ്വഭാവം നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് പാപം ചെയ്യുകയും അരുതാത്തതും അശുദ്ധിയും നമ്മളിൽ നിന്ന് വരുന്നത്. ഇതിന്റെ പരിഹാരത്തിനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കാനിടയായത്. ബൈബിൾ ഇങ്ങനൊരു വാക്യം പറയുന്നുണ്ട്, പരമസമ്പന്നനായ കർത്താവായ യേശുക്രിസ്തു നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്നു എന്നുള്ളത്. നമ്മെ സ്നേഹിച്ചത് നിമിത്തം, നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് നിമിത്തം കർത്താവായ യേശുക്രിസ്തു ദരിദ്രൻ എന്ന പോലെയാണ് ഈ ഭൂമിയിലെ ജീവിതം. ഞാൻ അത് പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജനനം ഒന്ന് നോക്കൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് ഏറ്റവും ദരിദ്രമായ ഒരു നിലയിലാണ് കർത്താവായ യേശുക്രിസ്തു ജനിക്കാൻ കാരണമായത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത് തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് ആണ് കർത്താവായ യേശുക്രിസ്തു ജീവിച്ചത്. ബൈബിൾ എത്ര വ്യക്തമായി പറയുന്നു, പരമസമ്പന്നൻ, ഈ പകില പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ മഹാദൈവം മനുഷ്യരാശിയെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്നെത്താൻ ദരിദ്രനായിട്ടാണ് ഈ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തു കാണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് ഓരോ മനുഷ്യനെയും സ്നേഹിക്കുന്നതിന്റെ ആഴം ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലുള്ള ജീവിതത്തിൽ ബൈബിൾ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും. കുഷ്ഠരോഗിയെ കർത്താവായ യേശുക്രിസ്തു അടുത്തു ചെന്ന് അവനെ സ്നേഹിച്ചു, അവനെ തൊട്ടു. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഈ കുഷ്ഠരോഗം എന്ന് പറഞ്ഞത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ കുഷ്ഠരോഗികളെ അടുത്ത് കണ്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് പോലും ആ കുഷ്ഠരോഗിയുടെ അടുത്ത് നിൽക്കാൻ എനിക്ക് കഴിയില്ല. കാരണം വ്രണങ്ങൾ നിറഞ്ഞ് അവരുടെ കൈകാലുകൾ ഒക്കെ അറ്റുപോയി. ആ വ്രണം കണ്ടാൽ തന്നെ നമുക്ക് അടുത്ത് അവരോടുള്ള എന്തെങ്കിലും വിരോധം കൊണ്ടല്ല, നമുക്കത് കഴിയുന്നില്ല അവരുടെ അടുത്ത് നിൽക്കാൻ. അന്ന് ഇസ്രായേൽ ദേശത്ത് ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പറയുന്നത്, ചരിത്രമെല്ലാം പഠിക്കുമ്പോൾ പറയുന്നത്, ഒരു കുഷ്ഠരോഗി തന്റെ കുടുംബത്തെയും അപ്പനെയും അമ്മയും വിട്ടിട്ട് അവൻ ദൂരെ ഒരു സ്ഥലത്ത് ഏകനായി വസിക്കണം.
അങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ കുഷ്ഠരോഗത്തെ കണ്ടിരുന്നത്. കാരണം കുഷ്ഠരോഗം പകരുന്ന രോഗമാണ്. അതുകൊണ്ട് ആ ലെപ്രസ് ബാധിച്ച ആ മനുഷ്യനെ ദൂരവേ, ആ മനുഷ്യന് അപ്പനെ അമ്മയും കാണാൻ കഴിയില്ല, സഹോദരങ്ങളെ കാണാൻ കഴിയില്ല, എന്തിന് പറയണ്ടു, അവനാരും സുഹൃത്തുക്കളും ഇല്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയ ഒരു മനുഷ്യ ജീവിതം, കുഷ്ഠരോഗിയായ ഒരു മനുഷ്യന്റെ അവസ്ഥ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു ഒരു കുഷ്ഠരോഗിയുടെ അടുക്കലേക്ക് ചെന്നു. നമുക്കറിയാം, മനുഷ്യരായ നമ്മൾ അടുക്കൽ ചെല്ലാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആ കുഷ്ഠരോഗിയെടുത്ത് അവനെ സ്നേഹിച്ചു. നിന്നെ എല്ലാരും ഒതുക്കി വെച്ചിരിക്കുകയല്ലേ, നിന്റെ അടുത്ത് ആരും വരാൻ കൂട്ടാക്കുന്നില്ലേ, ഇതാ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു എന്ന് മാത്രമല്ല, എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞു പോകുകയല്ല. കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം തന്നെ ആയതുകൊണ്ട് ആ കുഷ്ഠരോഗിയെ തൊട്ട മാത്രയിൽ അവന് കുഷ്ഠത്തിന് പരിപൂർണ സൗഖ്യം വന്നു. വാസ്തവത്തിൽ ഇത് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു സത്യം കൊണ്ട്. എന്താണ് ആ സത്യം? ദൈവത്തിന്റെ വചനം പറയുന്നു, പാപം എന്ന കുഷ്ഠം ബാധിച്ച മനുഷ്യരായിരുന്നു ഈ ലോകത്തുള്ള സകല മാനവരാശിയും. റോമാലേഖനം 3-ാം അധ്യായം 10, 11, 12 വാക്യത്തിൽ വായിക്കുന്നു, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ ഈ അക്ഷരികമായ ശാരീരികമായ കുഷ്ഠത്തെക്കാൾ എത്രയോ വലുതാണ് പാപകുഷ്ഠം. ശാരീരികമായ കുഷ്ഠം ബാധിച്ചാൽ ഇന്ന് മെഡിക്കൽ സയൻസിൽ അതിന് രോഗത്തിനുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ഇന്ന് ലഭ്യമാണ്. എന്നാൽ ഈ പാപം എന്ന കുഷ്ഠത്തിന് ചികിത്സ ഈ ലോകത്തിൽ എവിടെയും ഒരു മനുഷ്യന്റെ കയ്യിലില്ല. ഈ പാപം എന്ന മനുഷ്യന്റെ പാപം എന്ന കുഷ്ഠത്തിന് ചികിത്സ നൽകുന്ന ഒരേ ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ എല്ലാരാലും അകറ്റപ്പെട്ട് ഏകനായി വസിച്ച ആ മനുഷ്യന്റെ മാനസികാവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കണം. എന്നാൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ആ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ അടുക്കൽ ചെന്ന്, ആരെല്ലാം നിന്നെ ഒതുക്കി വെച്ചാലും, ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും എനിക്ക് നിന്നെ വേണം. നിന്റെ എല്ലാ പ്രശ്നത്തിനും വെറും എല്ലാവരും വന്ന് നല്ല വാക്ക് പറഞ്ഞു പോകാനല്ല ഞാൻ വന്നത്. ഞാൻ നിന്റെ സൃഷ്ടാവാണ്. നിന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്റെ പക്കലാണെന്നൊന്ന് പറഞ്ഞ് ആ കുഷ്ഠരോഗിയെ തൊട്ട മാത്രയിൽ തന്നെ ആ കുഷ്ഠരോഗി സൗഖ്യമായി തീർന്നു. നോക്കൂ, ആ മനുഷ്യന്റെ ഇപ്പോഴുള്ള വ്യത്യാസം നോക്കൂ. അവന്റെ കുഷ്ഠം മാറി. ഇനി ആരും അവനെ ഒതുക്കി വെക്കില്ല. അവന് എല്ലാവരോടും ഒന്ന് സംസാരിക്കാൻ പറ്റും. എല്ലാവരുമായിട്ട് ഇടപെടാൻ അവന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ പാപമെന്ന ആത്മീയ രീതിയിൽ പാപമെന്ന കുഷ്ഠം ബാധിച്ചിരിക്കുന്ന നമുക്ക് യേശു കർത്താവിന്റെ അടുക്കൽ ആരൊക്കെ ചെന്ന്, കർത്താവായ യേശുവേ, എന്റെ പാപകുഷ്ഠത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് അങ്ങ് വന്നതെന്ന് ഞാൻ അറിയുന്നു. കർത്താവായ യേശു ക്രിസ്തു, ഞാൻ വന്നത് അനേകർക്കായി എന്റെ ജീവനെ മറുവിലയായി നൽകി തരുവാനത്രേ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ആരും യാദൃശ്ചികമായിട്ടല്ല ഈ മുറിയിലേക്ക് വന്നത്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ അത്യന്തം സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ ആർക്കും അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അമ്മയ്ക്കോ അപ്പനോ ഭാര്യയ്ക്കോ മക്കൾക്കോ ആർക്കും സഹോദരങ്ങൾക്കോ നമ്മെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുകയില്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ കർത്താവിന്റെ സ്നേഹം അത് അതിരില്ലാത്ത സ്നേഹമാണ്, അവസാനമില്ലാത്ത സ്നേഹമാണ്. ഈ സ്നേഹത്തെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്, ഇറ്റേണൽ ലവ് ഓഫ് ഗോഡ്, എന്നേക്കുമുള്ള ദൈവത്തിന്റെ സ്നേഹം. ഈ സ്നേഹത്തിലേക്കാണ് കർത്താവായ യേശു ക്രിസ്തു ഈ മുറിയിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നു. നിങ്ങളെ ആരെയും കർത്താവ് മാറ്റി നിർത്തുന്നില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന സാക്ഷാൽ നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് നിങ്ങളുടെ പാപത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഭവനം പണിതുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ മടങ്ങി വരും. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ലോകത്തിലുള്ള എല്ലാ മഹത്തുക്കളും, നമ്മുടെ രാഷ്ട്രപിതാവെന്ന് നാം അഭിമാനിക്കുന്ന മഹാത്മാഗാന്ധിജിയും, അദ്ദേഹം മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു. മഹാത്മാഗാന്ധിജിയുടെ കല്ലറ ഇന്ന് അവിടെയുണ്ട്, നമുക്കറിയാം. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ മഹാന്മാരും ഈ ലോകത്തിൽ വാണു, ജീവിച്ചു, അവർ മരിച്ചു. എന്നാൽ നിങ്ങൾക്കറിയാമോ ഒരു സത്യം? ലോകത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ മടങ്ങി വരും. ലോകത്തിലുള്ള ആരും പറഞ്ഞിട്ടില്ല അവർ ലോകത്തിൽ മടങ്ങി വരുമെന്ന്. നിങ്ങൾക്കറിയാമോ? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ മടങ്ങി വരും എന്നാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്കായി ഭവനം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ഭവനം ഒരുക്കിയാൽ ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓരോ ദിവസവും ഓരോ സെക്കൻഡും
ഈ സന്തോഷം കൊണ്ട് നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എന്താണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്ക് സത്യമാണ്. അവിടുന്ന് പറഞ്ഞതുപോലെ തന്നെ ജീവിച്ചു, പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂമിയിൽ വന്നു, പറഞ്ഞതുപോലെ തന്നെ മരിച്ചു, അടക്കപ്പെട്ടു, താൻ പറഞ്ഞതുപോലെ തന്നെ സ്വർഗത്തിൽ പോയി, ഇനി താൻ പറഞ്ഞതുപോലെ തന്നെ മടങ്ങി വരും. ഈ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരാൻ പോകുകയാണ്. ഈ ലോകത്തിൽ ഏറ്റവും വലിയൊരു മഹാസംഭവം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ് ലോകത്തിൽ. യേശുക്രിസ്തു മടങ്ങി വരുന്നത് ന്യായാധിപനായിട്ടാണ് മടങ്ങി വരുന്നത്. അതറിയാമോ നിങ്ങൾക്ക്? യേശുക്രിസ്തു ഒരിക്കൽ ഭൂമിയിൽ പാപികളെ രക്ഷിപ്പാനായി കരുണയോടുകൂടെ, സ്നേഹത്തോടുകൂടെ ഈ ഭൂമിയിൽ വന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവ മക്കളാക്കി തീർക്കുന്നു. ഇനി കർത്താവ് വരുന്നത് ഈ ലോകത്തെ ന്യായം വിധിക്കുവാനാണ്. നിങ്ങൾ ഓർക്കാം, ക്രിസ്ത്യാനികളെ ന്യായം വിധിക്കാനാണോ? അല്ല. ദൈവം നോക്കുന്നത് ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ പിന്നെ മുസ്ലിം എന്നോ അല്ല. ദൈവത്തിന്റെ കണ്ണിൽ, ദൈവത്തിന്റെ കണ്ണിൽ ഈ ലോകത്തുള്ള മനുഷ്യരുള്ള ഒരു പാപികളായിരുന്നു. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ മകനും മകളുമാകാനുള്ള അനുഗ്രഹീതമായ ഒരു പദവി ദൈവം നൽകുന്നു. അതിപ്പോഴാണ്. അതുകൊണ്ട് ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ മകനായി മകളായി തീരാൻ സാധിക്കും. ഈ ദൈവത്തിന്റെ മക്കളായി തീർന്നവരെ വിളിക്കുവാനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു വരുന്നത്. മധ്യാകാശത്തിൽ വരും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരെ യേശുക്രിസ്തു കൊണ്ടുപോകും. എന്നേക്കുമായി മരണമില്ലാത്ത നിത്യമായ ഒരു രാജ്യത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ യേശുക്രിസ്തു ന്യായാധിപനും കൂടെയാണ്. ഞാൻ പറയാൻ കാരണം, യേശുക്രിസ്തുവിന്റെ ഈ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കാത്ത സകല പാപികളെയും, കാരണം നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ദൈവം കാണുന്നത് യേശുക്രിസ്തുവിനിൽ വിശ്വസിക്കുന്നവരെയും വിശ്വസിക്കാത്തവരെയാണ്. ഇവിടെ മറ്റൊരു വർഗമില്ല. ദൈവം കാണുന്ന രണ്ട് കാറ്റഗറിയാണ്. എന്താണ്? ദൈവം മനുഷ്യരാശിക്ക് രക്ഷയൊരുക്കി തന്റെ പുത്രനെ സ്വർഗത്തിൽ നിന്നും അയച്ച് പാപത്തിന് പരിഹാരം വരുത്തി മനുഷ്യകുലത്തിന്റെ സമൂലമായ പാപത്തിന് ക്രൂശിൽ ദൈവം ആ പരിഹാരം നടത്തിയിട്ടും യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത രണ്ടാമത്തെ ഗ്രൂപ്പ്, ഈ രണ്ടാമത്തെ ഗ്രൂപ്പിനെ നിർദാക്ഷിണ്യം ന്യായം വിധിക്കുകയും അവരെ നിത്യമായ നരകത്തീയിൽ എന്നേക്കുമായി ദൈവം ന്യായം വിധിച്ച് തള്ളിക്കളയും എന്നാണ് വേദപുസ്തകം വ്യക്തമാക്കുന്നത്. ഇവിടെ പലപ്പോഴും സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനികള് ആൾക്കാരെ ഭയപ്പെടുത്തുകയാണോ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നരകവും സ്വർഗവും ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ഭയപ്പെടുത്തണോ? അയ്യോ, ഒരിക്കലും അങ്ങനെയല്ല. ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം. നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ അറിയാത്ത വളരെ അപകട മേഖലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് ബോർഡ് കാണുമ്പോൾ നമുക്ക് രണ്ട് കാര്യം തീരുമാനിക്കാം. ഒന്നുകിൽ ആ ബോർഡ് അവഗണിച്ച് നിങ്ങളുടെ തോന്നിയതുപോലെ യാത്ര ചെയ്യാം. പക്ഷെ അത് അനന്തര ഫലം ആ ബോർഡ് ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങൾ അപകടത്തിൽ തന്നെ പതിക്കും. പക്ഷെ ആ മുന്നറിയിപ്പ് ആ ബോർഡ് നിങ്ങൾ കേട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഞാൻ സൂക്ഷ്മതയോടുകൂടെ പോയില്ലെങ്കിൽ ഇതെനിക്ക് അപകടത്തിൽ എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമായി തീരുമെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അത് മനസ്സിലാക്കി പോകും. തീർച്ചയായിട്ടും ബൈബിൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ വചനം സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ 60, 70, 80, 90 വർഷം കഴിഞ്ഞ് ഈ ഭൂമിയിൽ നിന്നും മരിക്കുന്നു. അതോടുകൂടി അവൻ ഇല്ലാതാകുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു മനുഷ്യന്റെ ആത്മാവ് എന്നേക്കുമുള്ളതാണ്, നിത്യമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ കർത്താവായ ദൈവം പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ മരണവും പിന്നെ മനുഷ്യർക്ക് ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ തന്നെ കേൾവിക്കാർക്ക് ഒരു കാര്യം ബോധ്യപ്പെടണം. എന്റെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്റെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുന്നതല്ല. ഞാൻ പാപത്തിലാണ് ജനിച്ചിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ പാപമുണ്ട്. എന്റെ നടപ്പിൽ, എന്റെ സംസാരത്തിൽ, എന്റെ ചിന്തയിൽ, എന്റെ പ്രവർത്തന മേഖലകളിലൊക്കെ പാപമുണ്ട്. നമ്മളിൽ ഒരു മനസാക്ഷിയുണ്ട്. നാം എന്ത് അരുതാത്ത ചെയ്യുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തും. അതാണ് ദൈവം മനുഷ്യർക്ക് മനസാക്ഷി വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ പാപത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷ പ്രാപിക്കണം. ഇതിനാണ് നേരത്തെ ജെയിംസ് സാർ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഈ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതാണ് ഈ ലോകത്തിൽ വെച്ചൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യം. ആ കാര്യമാണ് ആ മനുഷ്യൻ അടിയന്തരമായി ചെയ്യേണ്ടത്. എന്റെ പാപത്തിന് ഞാൻ പരിഹാരം വരുത്തിയേ പറ്റൂ. അത് ക്രിസ്തുവാണ് എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയെന്ന് തിരിച്ചറിവ് മനസ്സിലാക്കി ക്രിസ്തുവിനോട് അടുക്കൽ ചെല്ലുക. കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് പറയുന്ന ഏതൊരു മനുഷ്യനെയും സ്നേഹിച്ചുകൊണ്ട് അവന്റെ പാപത്തിന് ക്ഷമ നൽകുന്നു കർത്താവ്. ആ കർത്താവിൽ
വിശ്വസിച്ച എല്ലാ ദൈവമക്കൾക്കും ഞാൻ പ്രത്യേകം സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും, നിങ്ങൾ ആരുമാകട്ടെ, ദൈവം നിങ്ങളെ അറിയുന്നു, നിങ്ങളുടെ സാഹചര്യം അറിയുന്നു, നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് അറിയാം, നിങ്ങളുടെ ചിന്തകളെ ദൈവത്തിന് അറിയാം. നിങ്ങളുടെ ഹൃദയം യേശു കർത്താവിന്റെ അടുക്കിലേക്ക് തിരിഞ്ഞിട്ട്, കർത്താവായ യേശുവേ, ഈ സുവിശേഷം ഞാൻ ഇന്ന് കേട്ടു, ഞാനൊരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ പാപിയാണെന്നുള്ളതിൽ ഒരു സംശയം എനിക്ക് ഇല്ല. എന്റെ വാക്കിൽ, പ്രവൃത്തിയിൽ, നോട്ടത്തിൽ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സുവിശേഷം ഇന്ന് ഞാൻ കേട്ടിരിക്കുകയാണ്. അങ്ങ് എന്നെ സ്നേഹിക്കുന്നത് ഞാൻ അറിയുന്നു. അങ്ങ് എന്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവെ, എന്റെ പാപം ക്ഷമിക്കണമേ, എന്നെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ. എന്നാത്ത ആത്മാർത്ഥമായി ചോദിക്കുന്ന ഏതൊരു വ്യക്തിയെയും സ്നേഹിച്ചുകൊണ്ട് അവന്റെ പാപത്തിന് പരിഹാരം നൽകി അവനെ തന്റെ മകനായി, മകളായി ചേർക്കുന്ന കർത്താവിന്റെ അതിമഹത്തായ സ്നേഹം നിങ്ങളെ ഇപ്പോഴും മാടി വിളിക്കുകയാണ്. ആ കർത്താവിന് നിങ്ങളെ സമർപ്പിക്കുമെങ്കിൽ തീർച്ചയായും സ്വർഗീയ സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തും ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളത് വേദപുസ്തകം ഉറപ്പു തരുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. Thank you, Praise brother. Yeshom brother, Alam brother, Sun brother ആരും ഉണ്ടോ? ക്രൈസ്റ്റ് ബ്രദർ ഇപ്പോ ബ്രദറെ ഉണ്ടോ 3:15 ബ്രദറെ? ബ്രദർ ഓക്കെ ബ്രദർ, 3:15 നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്താലോ, എൻഡ് ചെയ്താലോ? ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. അതല്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. ക്രൈസ്റ്റ് ഞാൻ ബ്രദർ സംസാരിച്ച പറഞ്ഞോളൂ. ക്രൈസ്റ്റ് പറഞ്ഞോ ബ്രദർ ബ്രദർ. ബ്രദർ പറഞ്ഞു പ്രാർത്ഥിച്ച് എൻഡ് ചെയ്യാം ബ്രദർ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, എന്നാ പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ ദിവസം ഞങ്ങൾക്ക് ഈ ഭൂമിയിലായിരിക്കാൻ ഞങ്ങളോട് കരുണയും സ്നേഹവും തോന്നിയ കർത്താവെ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സകലത്തെയും ഉണ്ടാക്കിയവൻ, ഉളവാക്കിയവൻ, സകലത്തിനും കാരണഭൂതനായവൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു. ഈ ഭൂമിയിലേക്ക് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വരുവാനും മനുഷ്യകുലത്തെ ഇത്രമാത്രം അവിടുന്ന് സ്നേഹിച്ചല്ലോ കർത്താവെ. അവിടുത്തെ വിലയേറിയ ജീവൻ കാൽവറി ക്രൂശിൽ ഞങ്ങളുടെ പാപത്തിന് പരിഹാരത്തിനായി അവിടുന്ന് യാഗമാക്കി തീർത്തു. അതേ കർത്താവെ, ഞങ്ങൾ വായിക്കുന്നു, അവിടുന്ന് പറഞ്ഞു, നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഞങ്ങൾ ഈ വാക്യം കാണുന്നുണ്ട്. നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. കർത്താവെ, അവിടുന്ന് പറഞ്ഞതുപോലെ അവിടുന്ന് നല്ല ഇടയനായി ഈ ഭൂമിയിൽ വന്നു. കർത്താവെ, അവിടുന്ന് കാൽവറി ക്രൂശിൽ തന്റെ വിലയേറിയ ജീവനെ ഞങ്ങൾക്ക് യാഗമാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഈ റൂമിൽ വന്ന എല്ലാ പ്രിയപ്പെട്ട കേൾവിക്കാർക്കും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇവിടെ വന്ന ആരും നശിച്ചു പോകരുതേ കർത്താവെ. ഇവിടെ വന്ന് അങ്ങയുടെ വചനം കേട്ട ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ കാരണമായി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രമാത്രം സ്നേഹിക്കുന്നൊരു ദൈവത്തെ ഞങ്ങൾക്ക് വേറെവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. അതെ, ഞങ്ങളുടെ കർത്താവിന്റെ നിത്യമായ സ്നേഹം, ആ സ്നേഹം ക്രൂശിൽ വെളിപ്പെടുത്തി തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. കർത്താവായ ദൈവത്തിന്റെ ആ മഹാസ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ സാഷ്ടാംഗമായി വീണ് അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങളെ യൂട്യൂബിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കേട്ടവർക്കെല്ലാവരും ഇത് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ കർത്താവെ. അവിടുന്ന് വേഗം വരുവാൻ പോകുന്നതിനായി സ്തോത്രം. അവിടുന്ന് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഇന്നോ നാളെയോ മറ്റന്നാളോ ഇനി കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ കഴിയാം. എന്നാൽ അവിടുന്ന് വാക്ക് പറഞ്ഞാൽ മാറാത്തവനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമായതുകൊണ്ട് അവിടുന്ന് പറഞ്ഞതുപോലെ മടങ്ങി വരും. അങ്ങയുടെ മടങ്ങി വരവിൽ കർത്താവെ, ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന എല്ലാവരും രൂപാന്തരം പ്രാപിച്ച് അങ്ങയുടെ മുൻപിൽ ചേർക്കപ്പെടും എന്നുള്ളത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സത്യവചനമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ മാനമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. ഇന്ന് സ്പീക്കർ പാനൽ സംസാരിച്ച എല്ലാ ദൈവദാസന്മാർക്കും
ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വചനം കർത്താവെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളെ കേൾക്കാൻ കടന്നു വന്ന ആർക്കെങ്കിലും കർത്താവെ അവരുടെ ജീവിതങ്ങളിൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അല്ലെങ്കിൽ കർത്താവെ മറ്റുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകളിൽ പ്രയാസം അനുഭവിക്കുന്നവരാണോ, അവർക്കായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവർ അങ്ങയുടെ മുമ്പിലേക്ക് അങ്ങയോട് യാചിക്കുമ്പോൾ കർത്താവെ അവരുടെ യാചന കേൾക്കുകയും അവരുടെ ആവശ്യങ്ങളുടെ മുഖത്തിരുന്ന് കർത്താവെ അവിടുന്ന് സഹായിക്കുകയും അവരെ കർത്താവെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. ഏത് ആവശ്യബോധത്തോടുകൂടെ തിരുമുമ്പിൽ വരുന്നവരെയും തള്ളിക്കളയാത്ത ഒരു കർത്താവ്, അവിടുത്തെ വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. അവിടുന്ന് പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. സ്തോത്രം. അങ്ങയുടെ അടുക്കൽ വരുന്ന ആരെയും തള്ളിക്കളയാത്ത ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. പ്രത്യേകാൽ ഇന്ന് മുസ്ലിം സുഹൃത്തുക്കൾ ഇവിടെ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കർത്താവെ.